People in various places in Kerala's landslide-ravaged Wayanad district reported hearing a booming sound and reverberation from the underground on Friday morning, creating panic among residents and authorities. As per locals, the booming sound and reverberation were felt in certain areas of Ambalvayal village and Vaithiri Taluk. The mysterious noise from the underground created panic among residents as it came close on the heels of the massive landslides in the hill district, which killed 226 people and left many more missing. ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് ആരെയും റോട്ടിൽ കൂടി വണ്ടി പോകുമ്പോൾ ഒച്ചയാണ് കേൾക്കുന്നത്, അല്ലാണ്ട് വേറെ ഞങ്ങൾ കേട്ടില്ല. ഇപ്പൊ ഞങ്ങൾ മൊത്തം അന്വേഷിച്ചു വലിയ സൗണ്ട് ആയിരുന്നു പറഞ്ഞത്. ഓഫീസറൊക്കെ വന്ന് പറഞ്ഞു ഇവിടുന്ന് കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു, താമസം മാറ്റം എന്നൊക്കെ പറയുന്നു. പിന്നെ അത് തിരിച്ചിട്ടുണ്ട്, തീരുമാനമായിട്ടില്ല, അറിയിക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏത് തരത്തിലുള്ള ശബ്ദം? ഈ ഭൂമിക്ക് അടിയിൽ നിന്നുള്ള ശബ്ദമാണോ അല്ലെങ്കിൽ ഭയങ്കര പ്രകമ്പനാണോ? ചെറിയൊരു പ്രകമ്പനം പോലെ. റോട്ടിൽ കൂടി വണ്ടി പോകുമ്പോൾ കട്ട ചാടില്ലേ, അതേമാതിരി സൗണ്ട് കേട്ടത്. ഞങ്ങളിവിടെ കുറച്ച് കട്ട ഇറക്കാനായിരുന്നു. കട്ട ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട്, ഒരു 10:30 ഉണ്ടാവില്ലേ, ചായ കുടിച്ചിരിക്കുമ്പോഴാണ്. ഞങ്ങൾ കറക്റ്റ് ചായ കുടിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റ് ഒരു സൗണ്ട്, ഭയങ്കര നമ്മൾ ഇടി കൊടുക്കുന്ന പോലത്തെ ഒരു സൗണ്ട്, ഭയങ്കരമായ ഒരു സൗണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ന്യൂസിലൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഭൂചലനമുണ്ട്, ഭൂമി ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല പണിയൊക്കെ നിർത്തി ഇങ്ങ് പോകുന്നു. സംഭവം ഒരു 10 മണിക്ക് ശേഷം ഇടിമുഴക്കമായിട്ടുള്ള സൗണ്ട് കേട്ടു. ഞാൻ വീടിൻ്റെ അകത്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ സാധാരണ ഉണ്ടാവുന്ന അപ്പോൾ ഈ മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങളതിനൊക്കെ പൂരടിയായിരുന്നു പറയും, ചിലപ്പോൾ പൂര കിട്ടാറുണ്ട്. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പിന്നെ ചെറിയ ഭാഗം അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആൾക്കാർ ഓരോരുത്തർ ഫോൺ ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പോൾ ആളെന്ന് ഞങ്ങളെ അറിയുന്നു. അങ്ങനെ അടുത്ത ജംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടു. ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കൊക്കെ വരുന്നില്ല, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൽ സ്കൂളെല്ലാം മറ്റേ ലീവ് കൊടുത്ത് വിട്ടു എന്ന് കട്ടർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നീടാണ് പേര് ഇവിടെ അടുത്തൊരു വീടിന് ചെറിയ ജർക്കിങ് ഉണ്ടായെന്നുള്ള പറഞ്ഞു. അവിടെ ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് അവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. The local administration issued a warning for the region and people from residential areas in the affected places were shifted to safer locations. രാവിലെ ഏകദേശം ഒരു 10-10:30 വലിയ ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്ന് ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സേട്ടുകുന്ന് പ്രദേശത്തുണ്ട്. അപ്പം ഏകദേശം പഞ്ചായത്തിന്റെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും തന്നെ ശബ്ദവും ചെറിയൊരു പ്രകമ്പനവും ഉള്ളതായിട്ട് സൂചിപ്പിച്ചു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിലില്ല. എന്നിരുന്നാലും ഇപ്പോൾ വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധുവീടുകളിലോട്ട് മാറണം എന്നുള്ള ആളുകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി മേലധികാരികളിൽ നിന്ന് എന്താണോ നമുക്ക് നിർദ്ദേശം വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ്. ഒരു ജാഗ്രതാ നിർദ്ദേശം ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട്. The Kerala State Disaster Management Authority said it is examining seismic records and conducting local reconnaissance to determine if anything is anomalous. A holiday has been declared for schools in the affected area.